ഹായ്. സീക്രട്ട് ഓഫ് കലിംഗ എന്ന പടത്തിന്റെ അണിയറ പ്രവർത്തകര് അശ്വന്ത് കൊക്കിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അശ്വന്ത് കൊക്കിനെതിരെ അവർ പരാതി പറഞ്ഞിരിക്കുന്നത് അവരുടെ സിനിമയെ മോശപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ അവരുടെ സിനിമയിൽ അഭിനയിച്ച സ്ത്രീകളെ മോശമായി അവർ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള തരത്തിലൊക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അശ്വന്ത് കൊക്കിനെതിരെ ഇതിന് മുൻപും ഒരു പരാതിയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മാധവ് സുരേഷിന്റെ പടമാണ്. അംഗം അട്ടഹാസം എന്ന് പറയുന്ന ചിത്രത്തിലെ അണിയറ പ്രവർത്തകരാണ് അന്ന് പരാതിയുമായിട്ടും അല്ലെങ്കിൽ വാക്ക് തർക്കമായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അശ്വന്ത് കൊക്ക് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് പണം വാങ്ങിയാണ് റിവ്യൂ ചെയ്യുന്നത്, 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിവ്യൂ പറയാം, പൈസ കൊടുത്തില്ലെങ്കിൽ മോശം റിവ്യൂ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ കൊക്ക് ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് സീക്രട്ട് ഓഫ് കലിംഗ. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സനീഷ് ഉണ്ണികൃഷ്ണൻ. ഡയറക്ടറും സ്ക്രീൻ പ്ലേയും നായകനും ഇദ്ദേഹം തന്നെയാണ്. ഈ സനീഷ് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ കണ്ട റിവ്യൂ പറയുന്ന ഓരോരുത്തർക്കും ട്രെയിലർ ഇറങ്ങിയപ്പോഴും പടം കാണണം അല്ലെങ്കിൽ ട്രെയിലർ കാണണമെന്നും അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ലിങ്ക് അയച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പടം റിലീസാകുന്ന സമയത്തും പടം റിലീസാവുകയാണ്, നിങ്ങൾ പോയി ചെന്ന് കാണുക, അഭിപ്രായം പറയുക, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. അങ്ങനെ അഭിപ്രായം പറയാനായിട്ട് അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഇവരൊക്കെയും സമീപിച്ചത്. ഒരുപക്ഷെ അയാളുടെ ഒരു അത്രയും ഒരു ചിന്തിച്ച് കാണില്ല. കാരണം ഇവർ തന്നെ പറഞ്ഞല്ലോ, അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും പറയാം. കാരണം ഇവർ പറയുമ്പോൾ ഇവർ കരുതി കാണും എന്തായാലും ഞാൻ വിളിച്ച് പറഞ്ഞത് കൊണ്ട് അവരെന്തായാലും മോശം പറയില്ല, അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്കും അവർ പറയില്ല എന്ന രീതിക്ക് അവർക്ക് ഉള്ളിൽ തോന്നിക്കാണും. എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അശ്വന്ത് കൊക്ക് എന്തായാലും പടം കണ്ടു, സീക്രട്ട് ഓഫ് കലിംഗ. ഇതിൽ ധ്യാൻ ശ്രീനിവാസനുമുണ്ട്, അശ്വന്ത് കൊക്കിൻ്റെ ധ്യാൻ കൂട്ടൻ. അപ്പോൾ എന്തായാലും പടത്തിൽ ധ്യാനം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കുറവ് പറയില്ല അല്ലെങ്കിൽ കുറ്റം പറയില്ല എന്നൊക്കെ വിചാരിച്ച് കാണും. ഓക്കെ, എന്തായാലും പടം കണ്ടതിന് ശേഷം അട്ടപ്പടലം പുച്ഛത്തോടെ ഒരു വീഡിയോ ചെയ്തു. അതോടെ അവരെല്ലാവരും കൊണ്ട് അശ്വന്ത് കൊക്കിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. അവരുടെ പടം മോശപ്പെടുത്തി അല്ലെങ്കിൽ പടം നശിപ്പിച്ച് കളഞ്ഞത് അശ്വന്ത് കൊക്കാണെന്നൊക്കെ പറഞ്ഞു. ഈ റിവ്യൂ പറയുന്നവർ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ റിവ്യൂ പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പടം ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ ആവറേജ് ആണോ, അല്ലെങ്കിൽ ഹിറ്റാണോ, സൂപ്പർ ഹിറ്റാണോ, അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് കുറ്റമില്ല. പക്ഷേ ഒരു പടം നിങ്ങൾ അല്ലെങ്കിൽ റിവ്യൂ പറയുമ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾ അല്ലെ സീനുകൾ പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്സുകൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതിൽ ഈ ഒരു സീനുണ്ട്, അതിൽ ആ ഒരു സീനുണ്ട്, ഇതൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർ പെട്ടെന്ന് അത് ചിന്തിക്കും. ഇത് കേൾക്കുന്നവർ ചിന്തിക്കും. ചിന്തിച്ചിട്ട് ഈ പടം കാണാൻ വേണ്ടി ഇരിക്കുന്നവരായിരിക്കും ഈ റിവ്യൂ കാണുന്നത്. ഇതൊക്കെയാണല്ലേ, അയ്യോ അപ്പോൾ ഞാൻ കാണണോ വേണ്ടേ, എന്തായാലും പോണ്ട, എന്തായാലും പറഞ്ഞല്ലോ അശ്വന്ത് കൊക്ക് പറഞ്ഞല്ലോ പടതില്ല ഇതാണെന്ന്, അപ്പോൾ എന്തായാലും ഇനി പോണ്ട, ഇനി എന്തായാലും പൈസ മുടക്കണ്ട എന്ന രീതിക്ക് അവർ ചിന്തിക്കും. പണ്ടും ഇതുപോലെ റിവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ വിമർശകരുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര വളർന്നിട്ടുമില്ല, വന്നിട്ടുമില്ല. ഒരു സിനിമ ഇറങ്ങി ഒരു വീക്ക് ആവുമ്പോഴായിരിക്കും, 1 വീക്ക് ആവുമ്പോഴായിരിക്കും, വീക്കിലി ആണല്ലോ ഈ നാന മറ്റേ വനിത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിലാണ് ഈ റിവ്യൂ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളെ പറ്റിയൊക്കെ വാർത്ത വരുന്നത്. കണ്ടവർ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമായിരിക്കും. പക്ഷെ അന്നൊന്നും ഇത്രയധികം വളർന്നിട്ടില്ല. അപ്പോഴത്തേക്കും അവർക്ക് ഈ ഒരാഴ്ച അവർക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഒരു 1 വീക്ക് അവർക്ക് ആ സിനിമയിൽ ആള് കയറാനൊക്കെ ഉള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം മാറി, എല്ലാം വളർന്നു, സോഷ്യൽ മീഡിയ വൻ കുതിപ്പോടെ നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിവ്യൂ പറയുന്നവരുണ്ട്, കണ്ടു കഴിഞ്ഞ് ഉടനെ തന്നെയാണ് റിവ്യൂ പറയുന്നത്. പടത്തിൻ്റെ ചിലപ്പോൾ കഥകൾ അതിൻ്റെ ഉള്ളിലൊക്കെ പറഞ്ഞു പോകും, അതറിയാതെ വരുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതെല്ലാം വെച്ച് കാണാനിരിക്കുന്നവർ പോകത്തില്ല പടം കാണാനായിട്ട്. അപ്പോഴത്തേക്കും നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഇതൊരു പുതുമുഖ ഡയറക്ടറാണ്. അപ്പോൾ ഏത് ഡയറക്ടർ ആയിക്കോട്ടെ, ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ നവാഗതരായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ,
അപ്പോൾ ഇവർക്കെതിരെയൊക്കെ ഇങ്ങനെ ഇതാ ഇന്ത്യൻ 2 സിനിമ ഇറങ്ങി. ഇന്ത്യയിലെ ഏറ്റവും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ് ശങ്കർ. ഇന്ത്യൻ 2 ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എന്തുമാത്രം അധിക്ഷേപിച്ചിട്ടുണ്ടെന്നറിയാവോ? പക്ഷെ അങ്ങനെ അധിക്ഷേപിക്കാനായിട്ടുള്ള ഒരാളാണോ അദ്ദേഹം? ഒന്നും അറിഞ്ഞുകൂടാത്ത ഇപ്പോഴത്തെ ജനറേഷൻ്റെ പിള്ളേർ അയാളെ കരിവാരി തേക്കും പോലെയാണ് അയാളെ പറയുന്നത്. അയാളൊരു അത്രയ്ക്ക് മാന്യമല്ലാത്ത രീതിക്ക് സംസാരിച്ച് വീഡിയോസ് ഇടുകയാണ്. അന്നൊക്കെ എനിക്ക് വിഷമം തോന്നി. അവരെയൊക്കെ ഒരു ആക്ഷേപിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ടെക്നോളജി പരമായിട്ട് അല്ലെങ്കിൽ സിനിമയിൽ ഇതൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആദ്യം കാണിച്ച് തന്നിട്ടുള്ള ഒരാളാണ് ശങ്കർ. അദ്ദേഹത്തെയൊക്കെ കുറ്റം പറയുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരുന്ന ആര് തന്നെ ആയിക്കോട്ടെ അവരെയൊക്കെ ഇങ്ങനെ കൊക്കിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഞാൻ സിനിമ കാണുന്നതിന് മുൻപ് എന്തായാലും കൊക്കിൻ്റെ റിവ്യൂ കാണാറില്ല. കാരണം ഞാൻ ഒരു റിവ്യൂവും കാണാറില്ല. റിവ്യൂ കണ്ടിട്ട് ഞാൻ സിനിമ കാണാൻ പോയിട്ടേ ഇല്ല. ഞാൻ സിനിമ കണ്ടതിന് ശേഷം വന്ന് റിവ്യൂ കാണും. അങ്ങനെ ഞാൻ കൊക്കിൻ്റെ റിവ്യൂസൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ മോശമായിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. അത് ഒരു പരമപുച്ഛമാണ്. ആ ഫേസ് കാണുമ്പോൾ തന്നെ ആയിരിക്കും ആ ഫേസ് തന്നെ പരമപുച്ഛത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരാളെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ. ആ ഒരു രീതിയൊന്നും കുഴപ്പമില്ല. പക്ഷേ മറ്റൊരാളെ തരം താഴ്ത്തുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോവരുത്. റിവ്യൂ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ റിവ്യൂ കേട്ടിട്ട് സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇത് കേൾക്കുമ്പോൾ സിനിമയ്ക്ക് പോകത്തില്ല, പടം പൊട്ടും. ഈ പൊട്ടുമ്പോഴത്തേക്കും ഇതിൽ അഭിനയിച്ചവർക്കും ഇതിൻ്റെ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും എല്ലാവർക്കും നഷ്ടമാണ്. മെയിനായിട്ട് നഷ്ടം വരുന്നത് പ്രൊഡ്യൂസർക്കാണ്. അവർ മുടക്കുന്നതിൻ്റെ ഒരു രൂപ പോലും തിരികെ കിട്ടില്ല. അയാൾ പിന്നെ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. എൻ്റെ ഡയറക്ടറിന് ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ അടുത്ത സിനിമ കിട്ടുമായിരിക്കും. എൻ്റെ ആക്ടേഴ്സിന് അങ്ങനെയൊന്നുമില്ല. കാരണം അവർക്ക് പിന്നെയും പടങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ വെട്ടിലാവാൻ പോകുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. അയാൾക്ക് 1 രൂപ പോലും കിട്ടാതെ അയാൾ നശിച്ച് നാറാണക്കള്ളിൽ എടുക്കുകയുള്ളൂ. ഒരു സിനിമ എന്ന സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു മേഖലയിലേക്ക് ഇവർ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു കൂട്ടം ആൾക്കാരാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത പടം ഇതാണ്, ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് വളരെ അഭിമാനത്തോടെ ആയിരിക്കും അവരൊക്കെ പറയുന്നത്. ഈ അണിയറ പ്രവർത്തകരൊക്കെ ശമ്പളം വാങ്ങിച്ച് എല്ലാവരും അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും. അവരുടെ രീതികളെല്ലാം അങ്ങ് മാറി. ഈ പ്രൊഡ്യൂസറിൻ്റെ കാര്യം മാത്രമാണ് കഷ്ടത്തിലാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ റിവ്യൂ പറയുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദയവേത് നിങ്ങൾ റിവ്യൂ പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടോ മോശമാണോ എന്നുള്ള കാര്യം മാത്രം പറയുക. ദയവേത് അത് കഥ സന്ദർഭമോ കഥകളോ ഒന്നും പറയാതെ ആ സിനിമ ഒരുവിധമെങ്കിലും കൊള്ളാവുന്നതാണെങ്കിൽ നിങ്ങൾ ദയവേത് ഇങ്ങനത്തെ ഓരോ തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കൂ. ഈ സിനിമ മോശമായിട്ട് ഇറങ്ങുന്ന സിനിമകളും ഒരുപാടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് സിനിമകൾ നല്ല ബോറായിട്ടും പടം വർക്കാവാത്ത ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതും ഓരോരുത്തരും കഴിവുകേട് തന്നെയാണ്. അതും ഞാൻ മോശം പറയുന്നതല്ല, അത് റിവ്യൂസ്മാരെ തലയിൽ കെട്ടിവെക്കുന്നതല്ല, അത് അവരുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ റിവ്യൂ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ഒരു മാന്യമായ രീതിയിൽ അതൊന്ന് പറഞ്ഞു തീർക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സീന് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടായികയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ചിലപ്പോൾ കാണുന്നവർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു സിനിമ ഇഷ്ടപ്പെട്ട് കണ്ടില്ല, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഓരോരുത്തരും കാണുന്ന രീതി അല്ലെങ്കിൽ കാണുന്ന സമയം അവരുടെ മനസ്സെങ്ങനെയാണ് അതുപോലെ ഇരിക്കും അവർ കാണുന്ന ഒരു ഫീലിങ്സും അവർ കാണുമ്പോഴുള്ളത് ഒരു ഇതുപോലെ തന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ ഒരു പടം പ്രേക്ഷകർ ആയിട്ടുള്ളവർ നിങ്ങൾ തിയേറ്ററിൽ ഒരു പടം കണ്ടു കഴിയുകയാണെങ്കിൽ ദയവേത് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന സീനുകളും അതിൻ്റെ ഷോർട്സുകളും വെച്ച് നിങ്ങൾ റീൽ ഉണ്ടാക്കിയിടരുത്. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഈ സീൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അറിയാതെ കണ്ടു. ഞാൻ തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ എനിക്കത് ആസ്വദിക്കാനേ പറ്റുന്നില്ല. അടുത്തത് ഇതാണല്ലോ ഈ ഒരു ചിന്ത. എനിക്ക് ആ സിനിമ അറിയത്തില്ലായിരുന്നു.
അപ്പോൾ ഞാൻ ആ ഒരു ഫീലൊക്കെ അത് തിയേറ്ററിൽ എല്ലാവരും കൈയടിച്ച് ആഘോഷപൂർവ്വം ആവേശത്തോടെ നിൽക്കുമ്പോൾ എനിക്കതിലൊരു ഫീലും ഇല്ല. ദയവ് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഇത് പ്രേക്ഷകരോടാണ്, കാരണം തിയേറ്ററിൽ പോകുന്നവരോട് പറയുന്നത്. റിവ്യൂ പറയുന്നവർ റിവ്യൂ നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞ് നിർത്താനായിട്ട് ശ്രമിക്കുക. കാണാൻ പോകുന്നവർ നിങ്ങൾ ഇതുപോലെ എടുത്ത് പബ്ലിക്കായിട്ട് ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.